തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പുരാതനമായ പുതുക്കുറിച്ചി സെയിന്റ് മൈക്കിൾസ് ഫൊറോന ദേവാലയത്തിന്റെ തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ സമ്പൂർണ്ണ ബൈബിൾ പാരായണം ശ്രദ്ധേയമായി. തിരഞ്ഞെടുക്കപ്പെട്ട ഇടവക ജനങ്ങൾ 1 മണിക്കൂർ കൊണ്ടാണ് സമ്പൂർണ്ണ ബൈബിൾ പാരായണം നടത്തിയത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ പുരാതനമായ പുതുക്കുറിച്ചി സെന്റ് മൈക്കിൾസ് ഫൊറോന ദേവാലയത്തിൽ 476 തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി മതബോധന സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമ്പൂർണ്ണ ബൈബിൾ പാരായണം ശ്രദ്ധേയമായി. ഓരോ വർഷവും തിരുനാളിനൊടുക്കമായി വ്യത്യസ്തങ്ങളായ ഒരുക്കങ്ങളാണ് ഇടവക നടത്തിവരുന്നത്. കഴിഞ്ഞ വർഷം തിരുനാൾ ആഘോഷവേളയിൽ 475ാമത് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 475 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന നടത്തി ഇടവക ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോഴിതാ 476ാം തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായാണ് സമ്പൂർണ്ണ ബൈബിൾ പാരായണവുമായി സെന്റ് മൈക്കിൾസ് ഫൊറോന എത്തിയിരിക്കുന്നത്. ഇടവക വികാരി ഫാദർ രാജശേഖരന്റെ പ്രാർത്ഥനയോടും ആശീർവാദത്തോടും കൂടിയാണ് ബൈബിൾ പാരായണത്തിന് തുടക്കം കുറിച്ചത്. പുതുക്കുറിച്ചിയുടെ പടനായകനായ വിശുദ്ധ മിഖായേൽ മാലാഖയുടെ തിരുനാൾ സെപ്റ്റംബർ 20 മുതൽ 29 വരെയാണ് നടത്തപ്പെടുന്നത്. തിരുനാളിനോടനുബന്ധിച്ചാണ് ഈ ദിവസങ്ങളിലായി ബൈബിൾ പാരായണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇടവക വികാരി ഫാദർ രാജശേഖരൻ സമ്പൂർണ്ണ ബൈബിൾ പാരായണത്തിന്റെ ലക്ഷ്യത്തിനെ പറ്റി ഷെക്കിനായ് ന്യൂസിനോട് പ്രതികരിച്ചു. ഈ ഒരു സംരംഭത്തിന് ഇടവകയിലെ മതബോധന അധ്യാപകരും കുട്ടികളും ഇടവക ജനങ്ങളും കൂടെ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ദൈവത്തിൻ്റെ നിരവധി നന്മകളും കൃപകളും വിശുദ്ധ മിഖായേൽ മാലാഖയുടെ മാധ്യസ്ഥം വഴി ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇതുവഴി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. രാവിലെ 9:15 മുതൽ 10:15 വരെയാണ് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ 200 പേർ അവരവർക്ക് നൽകപ്പെട്ട ബൈബിൾ ഭാഗങ്ങൾ വായിച്ചുകൊണ്ട് ഭക്തിയോടെ ബൈബിൾ പാരായണത്തിൽ പങ്കെടുത്തത്. ഇടവക ജനം തങ്ങളുടെ നിയോഗങ്ങൾ കർത്താവിന് മുമ്പിൽ സമർപ്പിച്ച് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കി. പങ്കെടുത്തവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ഇടവക സഹവികാരി ഫാദർ ദീപു ക്രിസ്റ്റഫർ നൽകി. സിസ്റ്റർ റീറ്റ കുന്നുമേൽ ഉദ്യമത്തിൽ പങ്കെടുത്ത എല്ലാ ദൈവമക്കൾക്കും മാതാവിന്റെ ചിത്രവും ജപമാലയും നൽകി. ഇടവകയ്ക്കും കുടുംബങ്ങൾക്കും വചനത്തിന്റെ അഭിഷേകത്തിന്റെ നിറവനുഭവപ്പെട്ട ദിനമായി സമ്പൂർണ്ണ ബൈബിൾ പാരായണം മാറി. ഷെക്കിനായ് ന്യൂസ്, തിരുവനന്തപുരം.